അവതാർ ഫയർ ആൻഡ് ആഷ് അവതാർ സീരീസിലെ മൂന്നാമത്തെ ചിത്രം. ഇതിന്റെ മുമ്പത്തെ ചിത്രമായ വേവ്സ് ഓഫ് വാട്ടർ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാതെ പോയൊരു ചിത്രമാണ്. കാരണം ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് സെക്കൻഡിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ നമുക്ക് അതുവരെ കണ്ടുപരിചയമില്ലാത്തൊരു ലോകവും ആൾക്കാരും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ഫസ്റ്റ് പാർട്ടിൽ. പക്ഷേ സെക്കൻഡിലേക്ക് വന്നപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും മാറ്റി പറയാനോ കാണിക്കാനോ ഇല്ലാത്ത മാറ്റിയാണ് എനിക്ക് തോന്നിയത്. പടം കണ്ടത് എറണാകുളം ഐമാക്സ് സ്ക്രീനിലാണ് പടം കണ്ടത്. പടം എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ആ തിയേറ്ററിനെ കുറിച്ചൊരു കാര്യം പറയാം. ആ തിയേറ്റർ ഇപ്പോൾ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ കേരളം മാറ്റി നിർത്തി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഐമാക്സിന് മാക്സിമം 550 രൂപയ്ക്കാണ് ടിക്കറ്റിന്റെ ചാർജ് കാണുന്നത്. ഇവിടെ കേരളത്തിൽ ആകെ 2 ഐമാക്സ് സ്ക്രീനുള്ളൂ. ആ 2 ഐമാക്സ് സ്ക്രീനിലും മിനിമം ചാർജ് ചെയ്യുന്നത് 650 രൂപ മുതൽ മേപ്പോട്ടാണ്. ഒരു 2 ആഴ്ച മുമ്പ് തുടങ്ങിയതാണ് ഇതിന്റെ ടിക്കറ്റ് ബുക്കിംഗ്. അന്നേരം നോക്കുമ്പോൾ 800 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. അന്നേരമാണ് ഞാൻ ബുക്ക് ചെയ്തത്. എനിക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 650 രൂപ റേഞ്ചിൽ എനിക്ക് ടിക്കറ്റ് കിട്ടി. അല്ലാതെ ഈ 800 കൊടുത്ത് ഞാൻ മേടിക്കണം. 800 കൊടുത്താലും ഇത് ഓവർ പ്രൈസ്ഡ് ആണ്. 1200 രൂപ ഇപ്പൊ നിലവിൽ അവര് ടിക്കറ്റ് ചാർജ് മേടിക്കും. എന്റെ അഭിപ്രായത്തിൽ ഈ ടിക്കറ്റ് റേറ്റ് കുറയ്ക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോ കാര്യങ്ങളും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് നടപടി ഉണ്ടാകണം. പടത്തിലേക്ക് വരുമ്പോൾ അവതാറിലെ മറ്റു 2 ചിത്രങ്ങളെ പോലെ തന്നെ വിഷ്വലി ഗംഭീരമായ സിനിമ. പക്ഷെ അവതാർ സെക്കൻഡിലെ പോലെ തന്നെ ഫാമിലി ഡ്രാമയാണ് പടം. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ടിക്കറ്റ് പ്രൈസ് കൊടുത്ത് ഫാമിലി ഡ്രാമ കാണാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാണാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ധൈര്യമായിട്ട് ഐമാക്സിൽ ടിക്കറ്റ് എടുത്ത് കാണാം. ഒരു ഫാന്റസി അഡ്വഞ്ചർ മൂവി പ്രതീക്ഷിച്ച് പോകുന്നവരാണെങ്കിൽ നിരാശയായിരിക്കും. കാരണം നമ്മൾ സെക്കൻഡ് കണ്ട വഴി തന്നെയാണ് തേർഡിൽ വരുന്നത്. ഇത് വീണ്ടും ഒരു ഫാമിലി ഡ്രാമ ആയിട്ട് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് വേറെ ലെവലായിരുന്നു. ഫസ്റ്റ് നമുക്കറിയാം ഫാമിലി ഡ്രാമയും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ഒരു ഫാന്റസി അഡ്വഞ്ചർ ത്രില്ലർ എന്നുള്ള മോഡിലാണ് പോയിക്കൊണ്ടിരുന്ന സിനിമയാണ്. അത് എന്ത് കാര്യത്തിലാണ് ഇപ്പൊ ഫാമിലി ഡ്രാമയിലേക്ക് മാറ്റിയേക്കണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ജെയിംസ് ക്യാമറോൺ ഇഷ്ടംപോലെ ഇന്ത്യൻ സിനിമകൾ കണ്ടുപിടിക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലെ 1-2 ഷോർട്സ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. പടം സെക്കൻഡ് പാർട്ട് കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിരാശയായിരിക്കും പലരും. സെക്കൻഡിനെ അപേക്ഷിച്ച് തേർഡിൽ കാര്യമായി ഒന്നും പറയാനില്ല. ജെയിംസ് ക്യാമറോൺ ഈ അടുത്ത് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഈ സിനിമ പൊട്ടുകയാണെങ്കിൽ ഇനി അവതാർ സീരീസിൽ ബാക്കി സിനിമകളൊന്നും ചെയ്യുന്നില്ല. നല്ലൊരു തീരുമാനമായിരിക്കും. കാരണം ഇനിയൊരു അവതാർ സീരീസ് വേണ്ട എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ജെയിംസ് ക്യാമറോൺ നല്ലൊരു തിരക്കഥ നോക്കി നല്ലൊരു ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള നല്ലൊരു സിനിമ വേറെ സിനിമകൾ പിടിക്കട്ടെ. അതാണ് എന്റെ ആഗ്രഹം. ഇനിയൊരു സീരീസ് ഒന്നും കാര്യമായിട്ട് ഒന്നും കാണിക്കാനോ പറയാനോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു ഫാമിലി ഡ്രാമയായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇനി എന്ത് കാണിക്കാനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ വിഷ്വലി കാണിക്കാനാണെങ്കിൽ ഇപ്പൊ അവസാനം വിഷ്വൽ ക്വാളിറ്റി കൊണ്ട് മാത്രം പിടിച്ചിരിക്കുന്ന പടമാണ്. വിഷ്വൽ ക്വാളിറ്റി കാണിക്കാനാണെങ്കിൽ ഇനി അതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ മാത്രമേ പ്രേക്ഷകന് ബോറടിക്കാതിരിക്കുള്ളൂ. അതിനി കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ കാണുന്നതാഗ്രഹം ഒരുവിധം കണ്ടു മടുത്തു. അപ്പോൾ ജെയിംസ് ക്യാമറോൺ അവതാർ സീരീസ് വിട്ട് നല്ലൊരു പടം വേറെ ഒന്നും ചെയ്തിട്ട് തിരിച്ചു വരണമെന്നാണ് എന്റെ അഭിപ്രായം.